പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. കാരണം വെച്ചാൽ ഇത്രയും ഒരു ചെറിയൊരു മേഖലയിൽ നിന്ന് ആദ്യമായിട്ട് ആണ് ഞങ്ങൾ ഈ ബി ജെ പിയിൽ ജയിച്ചേക്കുന്നത്. അപ്പം ഞങ്ങളെ മറക്കാതെ ഈ ബി ജെ പി സർക്കാർ ഇത്രയും ഒരു സന്തോഷം തരുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയല്ല. ഇത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടും ഞങ്ങൾക്ക് ഒരു സമ്മാനം തന്ന ഞങ്ങൾക്ക് തോന്നുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? ഫിലിപ്പ്. ചേട്ടാ ഇപ്പോ ഈ മുനമ്പത്ത് നിന്ന് വിജയിച്ച കുഞ്ഞുമോൻ ചേട്ടൻ ഇപ്പോ പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം ദില്ലിയിലേക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ പോകാനായിട്ട് പോവുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു സമയത്ത് സന്തോഷം? സത്യത്തില് ഞങ്ങള് കണ്ടില്ല, ഞങ്ങളുടെ മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. കുഞ്ഞുമോനെ യാത്രയാക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ നിന്നൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ആ ഫംഗ്ഷൻ കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, യാത്രയയപ്പ് കൊടുക്കാനായിട്ട്. ശരിക്കും ഞങ്ങൾക്ക് എന്താ പറയണം, ഈ ഒരു കൊച്ചു മത്സ്യബന്ധന ഗ്രാമം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ മത്സ്യബന്ധന ഗ്രാമത്തെക്കുറിച്ച് ഓർത്തതിൽ ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറഞ്ഞാലും BJP സർക്കാരിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം ഞങ്ങളെ ഓർത്തു. അദ്ദേഹം നമ്മളുടെ ഈ സഹോദരനെ ക്ഷണിക്കുകയും ദില്ലിയിലേക്ക് പോകാനായിട്ടുള്ളൊരു ഭാഗ്യം. കാരണം എത്രയോ പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട്, പക്ഷേ ഈ മുനമ്പം 1-ാം വാർഡിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം നൽകിയതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ്. ഞങ്ങൾ വിജയിച്ചു കൊടുത്തതിന് ഞങ്ങൾക്കുള്ളൊരു സമ്മാനവും കൂടിയാണ് ഞങ്ങളുടെ മെമ്പറെ. എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവിൽ ഈ വൈപ്പിൻകരയിൽ ഒരു പഞ്ചായത്ത് മെമ്പർക്കും ഇങ്ങനത്തെ ഒരു ക്ഷണം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കത് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. പക്ഷെ ഞങ്ങൾ ആഘോഷിക്കാൻ പോയി വന്നതിന് ശേഷമുള്ള ആഘോഷങ്ങളായിരിക്കുള്ളൂ. കാരണം ഇന്ന് ഞങ്ങൾക്ക് പള്ളിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താ പറയുക, വളരെയേറെ സന്തോഷം, ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാരെല്ലാവരും ഇത് അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മെമ്പർ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത മൊത്തത്തിൽ പ്രചരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ അത്യാവശ്യം അറിയിക്കേണ്ട രീതിയിൽ ഞങ്ങളുടെ നാട്ടിലത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഇപ്പോൾ ഇവൻ്റെ ഫോണിൽ തന്നെ എല്ലാവരും ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടേതായ രീതികളിൽ ചെറിയ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആകെ പ്രശ്നം ഈ ഫേസ്ബുക്കിലൊക്കെ ഇടുമ്പോൾ ഈ അന്തംഗമ്മികളായിട്ടൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ, അത് ഞങ്ങളുടെ നാട്ടുകാർ തന്നെ വന്ന് അതിനിടയിൽ കുറേ ചീത്ത വിളിയും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അസൂയാണ്. കാരണം പിന്നെ സ്വപ്നം കാണാത്തൊരു കാര്യം നടക്കുന്നത് കാണുമ്പോഴും, പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെയും കോൺഗ്രസിനെയും ഈ വാർഡിൽ നിന്ന് ചവിട്ടി തല്ലി ഓടിച്ചതിൻ്റെ അപമാനവും അവരെ കൊണ്ട് പറ്റില്ല. അവരുടെ ശല്യമല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഞാൻ ഇന്ന് രാവിലെയാണ് കാണുന്നത്. ശരിക്കും എന്ത് മോശമായിട്ടാണെന്ന് അറിയാം ഇവിടുത്തെ കുറെ അന്തംഗമ്മികൾ പറയുന്നതാ. അവര് ഇപ്പൊ ഞാൻ കണ്ടത്, ഇവൻ ഇങ്ങനെ സമരനായകൻ എന്നുള്ള രീതിയിലൊക്കെ എഴുതിയപ്പോ ഏത് സമരത്തിൽ പങ്കെടുത്തെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന മണ്ടന്മാർക്കും അറിയില്ലല്ലോ. അവർക്ക് ഇപ്പോഴും അറിയില്ല അവരുടെ വീടിന്റെ സൈഡിലൊരു ഇത്രയും വലിയൊരു സമരം നടക്കുന്നുണ്ടെന്ന് ഇവിടുത്തെ അന്തംഗമ്മികളായ കുറെ പൊട്ടന്മാർക്ക് അറിയില്ല. അവരാണ് വന്നിട്ട്, സ്വന്തം നാട്ടുകാരാണെന്ന് ആലോചിക്കണം, വന്ന് ഇവന് എതിരെ വളരെ മോശമായിട്ട് എഴുതുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റിന്റെ നേതാവ് കല്ലൂര് ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്നിട്ട്, ഞങ്ങളിത് ഇല്ലാത്ത കാര്യമല്ലോ ഉണ്ടാക്കി പറയുന്ന ഉണ്ടായ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിസ്റ്റിന്റെ ഇപ്പോഴത്തെ ഒരു നേതാവ് എറണാകുളം കല്ലൂര് ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്നിട്ട് ഇവിടുത്തെ ഉള്ള ആൾക്കാരോട് തന്നെ വിളിച്ചു ചോദിച്ചു, ഇനി എറണാകുളത്തേക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചത്. അതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗതികേട്. ഇത് ഞങ്ങളോട് പറഞ്ഞല്ലോ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെ പറഞ്ഞാണ്. അതായത് ഏറ്റവും വലിയ നേതാവ് കല്ലൂര് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിയിട്ട് ഇവിടെയുള്ള ഒരു വേറൊരു നേതാവിനോട് വിളിച്ചു, ഇനി എറണാകുളത്തേക്ക് പോകണമെങ്കിൽ എവിടെ നിന്ന് ബസ് പിടിക്കണമെന്ന് ചോദിച്ച ആൾക്കാരാണ് ഈ എഴുതിയിടുന്നത് ആൾക്കാർ. അപ്പൊ അവരുടെ തലയിൽ അത്രയും ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഞങ്ങൾ അതിലൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോവുകയാണ്. ഈ തീരദേശ മേഖലയിൽ BJP ഈ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ശേഷം നിങ്ങൾക്കൊപ്പം BJPയുടെ നേതൃത്വം നിന്നതിന്റെ ഗുണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടാകുമോ? തീർച്ചയായിട്ടും BJPക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ 1-ാം വാർഡില് ഇവിടെ BJPയുടെ ഒരു നിഴൽ പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഇത്രയും വോട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലേ? അത് തന്നെ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ, അത്രയും ആൾക്കാർ ഇതിൽ ചേർന്നിരിക്കുന്നതിന്. നിങ്ങൾ കണ്ടു, ഈ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് മുമ്പ് ഞങ്ങളിവിടെ BJP ഞങ്ങളുടെ ഒരു കൊടിമരം സ്ഥാപിക്കുന്ന ചടങ്ങ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ എത്ര കമ്മ്യൂണിസ്റ്റുകാർ അന്ന് മെമ്പർഷിപ്പ് എടുക്കുമെന്ന് കണ്ടോ? ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് അവർ ജയിച്ചു അവർ ഇതിലേക്ക് വരുമെന്ന് പറഞ്ഞാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം, ഇവിടുത്തെ ഇപ്പൊ ഈ കടപ്പുറത്തുള്ള ഞങ്ങളുടെ പരിപാടിക്ക് നിങ്ങളും ഉണ്ടാവുമല്ലോ. കണ്ടു, ഈ കടപ്പുറത്ത് എത്ര പേരാണ് ഇപ്പം ഞങ്ങളുടെ അടുത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്നതെന്നും ഞങ്ങളുടെ സജീവ പ്രവർത്തകരായിട്ട് മാറാൻ പോകുന്നതെന്നും ഞങ്ങളിവിടെ ഒരു പരിപാടി ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കുഞ്ഞുമോൻ ചേട്ടൻ BJP സ്ഥാനാർത്ഥിയായി വിജയിച്ചതിന് ശേഷം ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ അവർ? പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പൊ താങ്കളുടെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഇപ്പോഴും കുടിവെള്ളമില്ല. അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന ഒരു വിഷയമുള്ളൂ. കാരണം ഈ ഇത്രയും വാർഡുകളുള്ള പള്ളിപ്പുറം പഞ്ചായത്തിൽ എന്തുകൊണ്ട് ഈ 1-ാം വാർഡിൽ മാത്രം കുടിവെള്ള ക്ഷാമം?
അപ്പോൾ അതിനർത്ഥം മനഃപൂർവ്വം ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെന്താ ഒരു നിർഗുണനായ ഒരു MLA ആണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ ദുരിതം. വൈപ്പിങ്കരയുടെ ഒരു ദുരിതമാണ് രാവിലെ തുടങ്ങി കാറിന് അങ്ങാടും ഇങ്ങാടും കറക്കി നടക്കാന്നല്ലാതെ ഒരു നിർഗുണനായ ഒരു MLA അദ്ദേഹത്തിന്റെ അശ്രദ്ധ മൂലം കൊണ്ട് മാത്രമാണ് ഈ 1-ാം വാർഡിൽ ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. എത്ര പ്രാവശ്യം ഇപ്പം ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ വരും ദിവസങ്ങളിൽ മണ്ഡല BJPയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിലേക്ക് അവിടെ കുത്തിയിരിപ്പ് ഉപവാസം ചെയ്യാനുള്ളൊരു സമരത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഓഫീസ് അന്നാലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണൊന്ന് തുറക്കട്ടെ. ഈ മുനമ്പം സമരം നിലവിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്, ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സമരം ഭൂസംരക്ഷണ സമിതി എന്ന് പറയുന്ന കുറുവാ സംഘം കാശ് മേടിച്ച് സമരം നിർത്തിയപ്പോൾ ഞങ്ങൾ ആത്മാർത്ഥതയുള്ള നാട്ടുകാർ ഞങ്ങളൊരു തീരുമാനമെടുത്തിരുന്നു. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഇന്ന് തിരിച്ചു കിട്ടും, അന്നേ ഞങ്ങൾ സമരം നിർത്തും. അപ്പം ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ കിട്ടുന്നവരെ ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു മാറ്റവും ഇല്ല. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ നിങ്ങളൊരു സഹോദരൻ, നിങ്ങൾ വിജയിപ്പിച്ച നിങ്ങളൊരു സഹോദരൻ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോവുകയാണ് അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം. ഈ ഒരു തീരദേശ പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യക്തി പോകുന്ന സമയത്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ച നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? സന്തോഷം എങ്ങനെയാണ്? ഇപ്പോൾ ഈ നാട്ടുകാരുടെ ഇടയിൽ നിന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞിട്ട്? നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ 1 മാസം ആയിട്ടുള്ള ഞങ്ങൾ ജയിച്ചിട്ട് ഞങ്ങൾക്കുണ്ടാവുന്ന പ്രവർത്തനം ഇവിടെ ചെയ്തുകൊണ്ടിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആളിന് നമുക്ക് ഒരുപാട് പാരകൾ വെക്കണമെങ്കിലും ഞങ്ങൾ അതൊക്കെ മുന്നേറുമെന്നുള്ള ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളിപ്പോൾ ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല. ശരിക്കും പറയണേ 10-40 കൊല്ലമായിട്ട് ഇപ്പൊ ഞാൻ ജനിച്ച കാലം തുടങ്ങി മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, റോഡില്ല, പാലുമില്ല, റേഷൻ കടയില്ല, എന്തു പറയുക, ഞങ്ങൾക്കൊരു മരുന്ന് മേടിക്കാനായിട്ടുള്ള ഒരു സംവിധാനം പോലും ഇല്ല, ബസ്സില്ല. ഇത്രയും ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് ഞങ്ങളുടെ ഈ പറഞ്ഞ 1-ാം വാർഡ്. ഇവര് പറയുന്നത് ഇവിടെ എല്ലാം ഉണ്ടെന്നാണ്. ഞങ്ങൾക്കൊന്നുമില്ല. ഒരു പാലവാടി പൊളിച്ചിട്ടിട്ട് 3 കൊല്ലമായി. ഇന്നേ വരെയായിട്ട് വന്നില്ല. 14 ലക്ഷം രൂപ ഒരു പാലവാടി, ഈ 400 സ്ക്വയർ ഫീറ്റുള്ള പാലവാടി പണിയാനായിട്ട് 13 ലക്ഷം രൂപ പാസ്സായിട്ട് അത് പോരാന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് ഇവിടെ. 400 സ്ക്വയർ ഫീറ്റുള്ള മത്സ്യത്തൊഴിലാളിക്ക് ഒരു വീട് കയറ്റാനായിട്ട് കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ് ഇവര്. ഇത് തമ്മിലുള്ള അന്തരങ്ങളൊന്നും ആലോചിച്ച് നോക്കുക. ഇതാണ് ഇവരെ പൊട്ടന്മാരെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇവിടെ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഷുവർ, ഉറപ്പായിട്ടും ഞങ്ങളുടെ പരമാവധി ശ്രമം ഞങ്ങൾ നടത്തും. വൈപ്പിങ്കര ഞങ്ങൾ പിടിച്ചെടുക്കും, ഉറപ്പ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഈ ഒരു സമയത്ത് സന്തോഷം? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണുള്ളത്. നിങ്ങളെ വിജയിപ്പിച്ചൊരു സ്ഥാനാർത്ഥിയായിരുന്നല്ലോ ഇദ്ദേഹം. അപ്പോൾ ഈ മൊത്തത്തിൽ നാട്ടുകാരെല്ലാ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ ഈ മോദിയുടെ അടുത്തേക്ക് അദ്ദേഹം ചെല്ലുന്ന സമയത്തേക്ക് ഉണ്ടാകുന്ന നിങ്ങളൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണോ? ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതാണ് ഞങ്ങൾക്ക് ഈ വാർഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അസൂയക്കാർ ഒരുപാട് ആൾക്കാരുണ്ടോ? ഉണ്ട്, പല ഡ്രോണും വിടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല.